ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം വെളിച്ചം കാണാതെ പോവുകയാണ് ശബരിമലയിലെ സോളാർ പദ്ധതി. നിലവിലുള്ള വൈദ്യുതി ലൈൻ മാറ്റിയാൽ മാത്രമേ സോളാർ പദ്ധതി നടപ്പാക്കാൻ കഴിയൂവെന്ന KSEBയുടെ നിലപാടാണ് പ്രതിസന്ധിക്ക് കാരണം. വർഷം തോറും വൈദ്യുതി ചാർജ് ഇനത്തിൽ ചെലവാകുന്ന 5 കോടി രൂപ ലാഭിക്കാൻ ദേവസ്വം ബോർഡിനെ സഹായിക്കുന്ന പദ്ധതി പുതിയ ഭരണസമിതി ഉപേക്ഷിച്ച നിലയിലാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിൽ 10 കോടി രൂപ മുതൽ മുടക്കിലാണ് സോളാർ പദ്ധതി വിഭാവനം ചെയ്തത്. 2 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത്. ഒരു ധനകാര്യ സ്ഥാപനം ഈ തുക CSR ഫണ്ടിൽ നിന്നും നൽകും. സാങ്കേതിക സഹായം സൗജന്യമായി കൊച്ചി സിയാലും നൽകാൻ ധാരണയായിരുന്നു. അങ്ങനെ പദ്ധതിയുമായി മുന്നോട്ട് പോകുമ്പോഴാണ് തടസ്സവാദം ഉന്നയിച്ച് KSEB രംഗത്തെത്തുന്നത്. ശബരിമലയിൽ ഉള്ളത് കാലപ്പഴക്കം ചെന്ന ലൈനുകളാണ്. അത് മാറ്റിയാൽ മാത്രമേ സോളാർ പദ്ധതി നടപ്പാക്കാൻ പറ്റുകയുള്ളൂ. ലൈൻ മാറ്റുന്നതിന് 50 കോടിയോളം രൂപ ചിലവ് വരും. ഇത് ദേവസ്വം ബോർഡ് തന്നെ വഹിക്കണമെന്നും KSEB പറഞ്ഞതോടെ പദ്ധതി നിശ്ചലമായി. പക്ഷേ നിസ്സാരമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണ്. സർക്കാർ തലത്തിൽ വിളിക്കുന്ന ഒരു യോഗത്തിൽ തീരാവുന്ന പ്രശ്നം. പക്ഷേ ആരും മുൻകൈയെടുക്കുന്നില്ല. 5 കോടി രൂപയിലധികമാണ് ഒരു വർഷം വൈദ്യുതി ചാർജ് ഇനത്തിൽ KSEBക്ക് നൽകുന്നത്. ഈ വരുമാന നഷ്ടം ഉണ്ടാകാതിരിക്കാനാണ് പദ്ധതിക്ക് തടയിടുന്നതെന്നാണ് സൂചന. ജനം, കൊച്ചി.